നമസ്കാരം. റിന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു കോർപ്പറേറ്റ് കംബാക്ക് സ്റ്റോറിയാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. സുസ്ലോൺ എനർജി, അക്ഷരാർത്ഥത്തിൽ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു ഫീനിക്സ് പക്ഷി. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒറ്റ ചോദ്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. കടക്കിണിയിൽ മുങ്ങിത്താണ് ഒരു വിൻഡ് എനർജി ഭീമൻ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ കടങ്ങളെല്ലാം തീർത്ത് ഒരു മാർക്കറ്റ് ലീഡറായി മാറിയത്? മാക്രോ എക്കണോമിക് മാറ്റങ്ങളെ ഒരു കമ്പനി എങ്ങനെ സമർത്ഥമായി മുതലെടുത്തു എന്നതിൻ്റെ ഒരു ഒന്നാംതരം മാസ്റ്റർ ക്ലാസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആദ്യം ഇന്ത്യയുടെ വിൻഡ് സെക്ടറിലെ വലിയ മാറ്റങ്ങൾ നോക്കും, പിന്നെ പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ, അതിനുശേഷം സുസ്ലോണിൻ്റെ വമ്പൻ തിരിച്ചുവരവ്, ഇതിനെല്ലാം പിന്നിലെ അവരുടെ ടെക്നോളജി, അവസാനമായി ഈ ഇൻഡസ്ട്രി നേരിടുന്ന ചില വലിയ റിസ്കുകളും. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, വിൻഡ് സെക്ടറിലെ ഈ വലിയ തിരിച്ചുവരവ്. ഇതിൻ്റെ ഒരു മാക്രോ പിക്ചർ നമുക്ക് ആദ്യം നോക്കാം. 2030 ആകുമ്പോഴേക്കും 100 ഗിഗാവാറ്റ് വിൻഡ് എനർജി കപ്പാസിറ്റി, ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് വളരെ വലിയ അതിമോഹമുള്ള ഒരു ടാർഗറ്റാണ്. ഈയൊരു കണക്ക് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. വർഷങ്ങളായി പ്രതിവർഷം വെറും 2.8 ഗിഗാവാട്ടിൽ കിടന്നിരുന്ന കപ്പാസിറ്റി എഡിഷനാണ് ഇപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. അടുത്ത 2 സാമ്പത്തിക വർഷങ്ങളിൽ ഇത് 6 മുതൽ 8 ഗിഗാവാട്ട് വരെയാക്കാനാണ് ഇൻഡസ്ട്രി ലക്ഷ്യമിടുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു കുതിച്ചുചാട്ടം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നോ? ഈ ഗ്രോത്ത് വരുന്നത് പ്രധാനമായും ഹൈബ്രിഡ് പ്രോജക്റ്റുകളിൽ നിന്നാണ്. അതായത് കാറ്റും വെയിലും ഒരുമിച്ച്. സോളാർ ഇല്ലാത്ത അതിരാവിലെയും വൈകുന്നേരങ്ങളിലും വിൻഡ് എനർജി ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് അവരുടെ പീക്ക് ലോഡ് മാനേജ് ചെയ്യാൻ ഇതിലും മികച്ചൊരു പരിഹാരമില്ല. രണ്ടാമതായി, ഈ ഒരു ഗ്രോത്തിന് അനുകൂലമായ സാഹചര്യങ്ങളും സർക്കാർ നയങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വെറും ആഗ്രഹങ്ങൾ പോരല്ലോ, അത് സാമ്പത്തികമായി വർക്കൗട്ട് ആകണമല്ലോ. കുറച്ചുകാലം മുൻപ് വരെ അമിതമായ മത്സരം കാരണം ഒരു യൂണിറ്റിന് 2.4 മുതൽ 3 രൂപ വരെയായിരുന്നു താരിഫ്. കമ്പനികൾക്ക് ലാഭമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ഇന്നോ ആ പഴയ കാലം മാറി. യൂണിറ്റിന് 3.7 മുതൽ 3.9 രൂപ വരെയായി താരിഫ്. സ്ഥിരത കൈവരിച്ചു. ഇത് പ്രോജക്റ്റുകളെ വീണ്ടും സൂപ്പർ പ്രോഫിറ്റബിളാക്കി മാറ്റി. ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗവൺമെന്റ് കൊണ്ടുവന്ന ALMM പോളിസി ഭേദഗതി. വിൻഡ് ടർബൈൻ നിർമ്മിക്കാൻ വേണ്ട സാധനങ്ങൾ ഇന്ത്യയിലെ അംഗീകൃത കമ്പനികളിൽ നിന്ന് തന്നെ വാങ്ങണം എന്നൊരു നിയമം അവർ കൊണ്ടുവന്നു. ഇതോടെ വില കുറഞ്ഞ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ തീർന്നു. നമ്മുടെ ആഭ്യന്തര കമ്പനികൾക്ക് ഇതൊരു വലിയ ബൂസ്റ്റായി മാറി. ഒപ്പം നമ്മുടെ ഡാറ്റാ സെക്യൂരിറ്റിയും ഇതിലൂടെ ഉറപ്പാക്കാം. ഇനി മൂന്നാമത്തെ സെഷൻ. ഇവിടെയാണ് നമ്മുടെ താരം എൻട്രി ചെയ്യുന്നത്. സുസ്ലോണിൻ്റെ നാടകീയമായ തിരിച്ചുവരവ്. ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ സുസ്ലോൺ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നോ? 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള അവരുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് പ്രൊജക്ഷൻ, അതായത് ലാഭം, ഒറ്റയടിക്ക് 53% കുതിച്ചുയർന്നത്. വിശ്വസിക്കാൻ കഴിയാത്തൊരു കുതിപ്പ്. ഈ കണക്കുകൾ ആ മാറ്റം കൃത്യമായി കാണിച്ചു തരും. വരുമാനം 54% കൂടി 16,679 കോടി രൂപയായി. അതോടൊപ്പം ഓപ്പറേറ്റിംഗ് മാർജിനുകളും, അതായത് എബിറ്റ മാർജിനും വളരെ മികച്ച രീതിയിൽ മെച്ചപ്പെട്ടു. ശരിക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയ ഒരു മാറ്റം ഇതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 2020-ൽ 13,000 കോടിയിലധികം രൂപയുടെ വലിയ കടക്കെണിയിൽ ശ്വാസം മുട്ടി നിന്നിരുന്ന കമ്പനിയാണ്. ആ സ്ഥാനത്ത് ഇന്നവർക്ക് യാതൊരു കടവുമില്ലെന്ന് മാത്രമല്ല, അവരുടെ കൈവശം 2,400 കോടി രൂപയുടെ നെറ്റ് ക്യാഷ് റിസർവ് ഉണ്ട്. വാട്ട് എ റെക്കോർഡ്. ഇനി ഫ്യൂച്ചർ നോക്കിയാൽ അവരുടെ ഓർഡർ ബുക്കിൽ 5.9 ഗിഗാവാട്ടിൻ്റെ വമ്പൻ പ്രോജക്റ്റുകളാണുള്ളത്. ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഓർഡറുകളിൽ 66% പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, അതുപോലെ കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലയൻറ്റ്സ് എന്നിങ്ങനെയുള്ള വളരെ സേഫായ സ്ഥിരതയുള്ള മേഖലകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നാലാമതായി, ഇതിനെല്ലാം പിന്നിലെ ടെക്നോളജി. വെറുതെ കണക്കുകൾ മാത്രമല്ലല്ലോ, ഈ സെയിൽസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഹാർഡ്വെയർ എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ഈ കാണുന്ന റോട്ടർ ബ്ലേഡുകളുടെ സൈസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വിശ്വസിക്കാൻ പറ്റാത്തത്ര വലുപ്പമാണിതിന്. കാറ്റിന്റെ ശക്തി വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും മാക്സിമം എനർജി ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ ഫൈബർ ഉപയോഗിച്ച് പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ് സുസ്ലോണിന്റെ ഈ S144 ടർബൈൻ ബ്ലേഡുകൾ. ഈ S144 ടർബൈനുകൾക്ക് 3 മെഗാവാട്ട് കപ്പാസിറ്റിയുണ്ട്. ഇതിന്റെ റോട്ടറിന് 144 മീറ്ററാണ് വ്യാസം. അതിലും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ടവറുകൾക്ക് 160 മീറ്റർ വരെ ഉയരമുണ്ട് എന്നതാണ്. കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തമായ കാറ്റ് കിട്ടും, അല്ലേ? ഇതിലൂടെ പ്രോജക്റ്റ് ഡെവലപ്പർമാർക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ചിലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നു. ഈയൊരു ടെക്നോളജി മാർക്കറ്റിൽ വലിയ ഹിറ്റായി എന്ന് വേണം പറയാൻ. കാരണം അവരുടെ ഈ 3 മെഗാവാട്ട് പ്ലാറ്റ്ഫോമിന്റെ ആകെ വിൽപ്പന ഇപ്പോൾ ഏകദേശം 9 ഗിഗാവാട്ടിൽ എത്തിയിരിക്കുകയാണ്. സൺഷോർ എനർജിയിൽ നിന്നും പുതുതായി കിട്ടിയ 195 മെഗാവാട്ട് ഓർഡർ ഇതിനൊരു ഉദാഹരണം മാത്രം.
ഇതിലൊരു സ്ട്രാറ്റജിക് നീക്കം കൂടിയുണ്ട്. ഗവൺമെന്റ് ടെൻഡറുകളുടെ ആ ഒരു മെല്ലെപ്പോക്ക് ഒഴിവാക്കാൻ വേണ്ടി അവർ കമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലയന്റുകളിലേക്ക് കൂടുതലായി ഫോക്കസ് ചെയ്തു. ഇതുവഴി പ്രോജക്റ്റുകൾ വേഗത്തിൽ തീർക്കാനും നല്ലൊരു ക്യാഷ് ഫ്ലോ നിലനിർത്താനും മികച്ച ലാഭമുണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗം, ഇൻഫ്രാസ്ട്രക്ചറും ഭാവിയിലെ റിസ്കുകളും. കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിലും ഈ ഇൻഡസ്ട്രി നേരിടുന്ന ചില ഭൗതികമായ റിയാലിറ്റി ചെക്കുകൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പൊരുത്തക്കേട് ഇതാണ്. ഒരു ഭാഗത്ത് കാറ്റാടി യന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും, എന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന വൈദ്യുതി വിതരണം ചെയ്യാനുള്ള ട്രാൻസ്മിഷൻ ഗ്രിഡുകൾ ഉണ്ടാക്കാൻ 2 മുതൽ 4 വർഷം വരെ സമയമെടുക്കും. ഇതൊരു വലിയ ബോട്ടിൽ നെക്ക്, അതായത് ഒരു വലിയ തടസ്സമായി മാറാൻ സാധ്യതയുണ്ട്. ഈ ഗ്രിഡ് മാത്രമല്ല പ്രശ്നം കേട്ടോ. 144 മീറ്ററൊക്കെ നീളമുള്ള ഈ വലിയ ബ്ലേഡുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് തന്നെ വലിയൊരു തലവേദനയാണ്. പിന്നെ ഭൂമി ഏറ്റെടുക്കൽ, ഫോറസ്റ്റ് ക്ലിയറൻസ്, ഇതിനെല്ലാം പുറമെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റീലിന്റെയും കോപ്പറിന്റെയും വിലകൾ. റിസ്കുകൾ വേറെയുമുണ്ട്. സുസ്ലോണിന്റെ സാമ്പത്തികമായി തിരിച്ചുവരവ് തീർച്ചയായും ഒരു ഗംഭീര വിജയം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അവസാനം ഈയൊരു ചോദ്യം ബാക്കിയാകുന്നു. പുതിയ ടർബൈനുകൾ ഇങ്ങനെ അതിവേഗം ഉയർന്നു വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഈ വലിയ ഊർജ്ജം മുഴുവൻ ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡുകൾ സജ്ജമാണോ? ഈയൊരു ചിന്തയോടുകൂടി നമ്മൾ ഇന്നത്തെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ ട്യൂണിംഗ് ഇൻ. വീണ്ടും കാണാം.